ഹായ് ഹലോ. നമ്മൾക്ക് ഇന്ന് ഒരു ട്രിപ്പ് പോയാലോ? എവിടേക്കാ? നമ്മളടുത്ത് തന്നെയുള്ള ആനക്കട്ടിക്ക്. നമ്മളെല്ലാവരും റെഡിയായി. ആനക്കട്ടിയെക്കുറിച്ച് പറയാൻ എന്താ, കേരള തമിഴ്നാട് ബോർഡറിൻ്റെ നല്ല ഒരു അതിമനോഹരമായൊരു ഹിൽ സ്റ്റേഷനിലേക്കാണ് നമ്മൾ ആനക്കട്ടിയിൽ പോകുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം ഒരു 1 ഡേ ട്രിപ്പിനൊക്കെ പോകാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു നല്ലൊരു ഹിൽ സ്റ്റേഷൻ തന്നെയാണ്. ഏകദേശം ഒരു 28 ഇല്ലെങ്കിൽ 30 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെയാണ്. ഒരു 1 അവറിനുള്ളിലൊക്കെ നമ്മൾ എത്താം. അത്ര തന്നെ ഉള്ളൂ നമുക്ക് ഡിസ്റ്റൻസ് ഇവിടുന്ന്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. 2 സൈഡുകളും മലകളും പച്ചപ്പെല്ലാം നിറഞ്ഞ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളൊരു മൈൻഡ് ഇങ്ങനെ റിലാക്സ് ആയിട്ടുള്ളൊരു മൂഡിൽ തന്നെ ആയിരിക്കും. നല്ലൊരു ട്രാഫിക് അങ്ങനെ ഒന്നുമില്ല. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ. അങ്ങനെ നമ്മളിതാ ആനക്കട്ടി എത്തി. അവിടെ ആനക്കട്ടി ചെക്ക് പോസ്റ്റെല്ലാം കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് അത് കഴിഞ്ഞ് ആനക്കട്ടീൻ്റെ പാലം, അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ തമിഴ്നാടും ബാക്കിൽ കേരള, അങ്ങനെയുള്ള രീതിക്കാണ് പാലത്തിൻ്റെ 2 സൈഡ് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം അങ്ങനെ പറയത്തക്ക രീതിക്കുള്ള ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു പ്ലേസും കാര്യങ്ങളും ആൾക്കൂട്ടമുള്ള അവിടെ കാണാം, അത്ര തന്നെ. അല്ലാതെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ബോർഡ് വെച്ച് കുറച്ച് 2 സൈഡും തിക്കും തിരക്കും അങ്ങനെയുള്ളതൊന്നും, നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏകദേശം നോക്കുക ഇവിടെ നിന്ന് കാണുമ്പോഴത്തേനും നമുക്കറിയാം. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നു പോകാൻ കേട്ടോ അങ്ങോട്ടേക്ക്. 2 സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാം. പ്രത്യേകിച്ച് പാർക്കിംഗ് സ്പേസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ റോഡിൽ തന്നെയാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് തന്നെയാണ്. നമ്മളൊരു റൗണ്ട് അടിച്ചിട്ട് അങ്ങോട്ട് വരിക. കാണുന്നത് കണ്ടോ, ഒരു വൈറ്റ് കഴിഞ്ഞിട്ട് അതാ ആളുകൾ നടന്നു പോകുന്നത്. ഇവിടെ നിന്ന് കയറിയിട്ട് അങ്ങോട്ട് മേലേക്ക് കയറാത്ര തന്നെ. പക്ഷെ നല്ല കാറ്റും കയ്യിൽ തന്നെ പിടിച്ചോണ്ടിരിക്കുന്നു. വെച്ചാൽ സ്ലിപ്പാകുമോ എന്നുള്ള ടെൻഷനിൽ ഞാൻ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കൈവിട് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് താഴെ വിടാനായിട്ട് പേടിയായിരുന്നു. സ്ലിപ്പായി താഴെ വീഴുമോ എന്നുള്ള രീതിക്കായിരുന്നു. നടക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ചരൽ പോലത്തെ കല്ല, അത് സ്ലിപ്പാവാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. ശരിക്കും ഫോട്ടോഗ്രാഫിക്ക് നല്ല പറ്റിയ പ്ലേസാണ്. ക്ലൈമറ്റ് വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, വെയിലും ഉണ്ടായിരുന്നില്ല. നല്ലൊരു തണുത്ത ക്ലൈമറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു. ചെറുതായിട്ടൊരു ചാറ്റൽ ഉണ്ടായിരുന്നു മഴയുടെ. പക്ഷെ വെയിലുണ്ടായിരുന്നില്ല കേട്ടോ. ലൈറ്റിങ് കമ്മിയായിരുന്നു. കണ്ടോ, എത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ആർക്കാണെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പ്രാവശ്യം പോയാലും പിന്നെയും പോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവും. നല്ല രസമല്ലേ.
കാലത്തൊക്കെ നേരത്തെ പോയി കഴിഞ്ഞാൽ സൺസെറ്റും കാര്യങ്ങളൊക്കെ നല്ലതാകും. പക്ഷേ ക്ലൈമറ്റിനനുസരിച്ചിരിക്കും കാണുന്നതും. മഴയുണ്ടെങ്കിൽ പിന്നെ അതൊന്നും നടക്കില്ല. പക്ഷേ ഈവനിങ് ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ ആനയും കാര്യങ്ങളൊക്കെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. വന്യമൃഗങ്ങളെ പേടിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഓക്കെ ബൈ ടാറ്റാ.